ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ജീവിതത്തിൽ ഒരു തവണ പോലും ഞാനീ പറയുന്ന ഒരു വഴിപാട് നിങ്ങൾ ചെയ്താൽ ആ വ്യക്തിയും ആ കുടുംബവും രക്ഷപ്പെടും എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം കുടിൽ ആണെങ്കിലും കൊട്ടാരമായിട്ട് മാറാനുള്ള ഒരു സാഹചര്യം ആ ദേവതയുടെ അനുഗ്രഹത്താൽ ഉണ്ടാകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഏത് ദേവനല്ലേ ദേവിക്കാണ് ചെയ്യേണ്ടത്? ഒരു തവണ പോലും ജീവിതത്തിൽ ചെയ്താൽ അങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതത്തിൽ ഗുണമുണ്ടായ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ചെയ്തു നോക്കുക. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്, ലളിതമായ കാര്യമാണ്. അങ്ങനെയുള്ള കാര്യം ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ മുഴുവൻ കേൾക്കുക. ഞാനീ പറയാൻ പോകുന്ന കാര്യം ചെയ്ത് ഒരുപാട് ആളുകൾ, ആ വ്യക്തിയും ആ കുടുംബവും ഉൾപ്പെടെ രക്ഷപ്പെട്ട് നല്ല സാമ്പത്തികം, ഐശ്വര്യം, ഉയർച്ച, വലിയ രീതിയിലുള്ള നല്ല നിലയിലുള്ള ജീവിതം എല്ലാം ഉണ്ടായിട്ടുണ്ട്. കുടിൽ പോലും ഒരു കൊട്ടാരമാകുന്ന ആ നിലയിൽ വലിയ സാഹചര്യത്തിലേക്ക് ജീവിതം മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അത് ഞാൻ പറയുന്ന മുഴുവൻ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം ഞാൻ ഒരു ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ പേര് പറയുന്നുണ്ട്. അല്ലാതെ മറ്റു ചില ദേവൻ്റെയും ദേവിയുടെ ക്ഷേത്രത്തിലും നിങ്ങൾക്ക് ചെയ്യാം. ഒരൊറ്റ വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. അത് വിശദമായിട്ട് പറയുന്നുണ്ട്. മുഴുവൻ കേൾക്കാൻ ശ്രമിക്കണം. ഇത് നിങ്ങളുടെ ജീവിതം എന്നേക്കുമായിട്ട് മാറ്റും. കാരണം അത് ചെയ്ത ഒരു നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾ പോലും നല്ല നിലയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത്ഭുതകരമായ ഒരു കാര്യമാണ്. നമ്മളുടെ എല്ലാ ദുരിതങ്ങളും മാറ്റുന്ന ഒരു കാര്യമാണ്. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യാനും കൂടെ ശ്രമിക്കുക. അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്നത് പറയും, ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഈ വീഡിയോ പറയുന്ന പോലുള്ള നല്ല കാര്യങ്ങൾ, ക്ഷേത്രത്തിലേക്കുള്ള ലളിതമായ കാര്യങ്ങൾ, സ്വയം ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ, അത് കേട്ടിട്ട് ചെയ്യുന്ന രീതി പറയും. ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പിലെ വർക്കുകൾ തന്നെ സമയത്തിന് തീരുന്നില്ല. അതുകൊണ്ടാണ്, സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ വർക്ക് എടുക്കുകയാണെങ്കിൽ മുൻഗണനാക്രമത്തിൽ ഒരു ഡേറ്റ് ആയിരിക്കും കൊടുക്കുന്നത്. ആ ഡേറ്റിന് വേണ്ട കാര്യങ്ങൾ എന്നാലാകുന്ന നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അത് ധൃതി വെച്ചിട്ട് കാര്യമില്ല. അത് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സാഹചര്യം. ഇനിയും വീഡിയോയിലേക്ക് വരികയാണ്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും. ആ നിലയിലാണ് ഓരോ വീഡിയോയിൽ ആ സാഹചര്യം പറയുന്നത്. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഇപ്പോഴേ ഒരു വഴിപാട് ചെയ്താൽ എങ്ങനെയാണ് ജീവിതം മാറുന്നത്? ഇപ്പം ചിലരെങ്കിലും കാണുന്നവർ വിചാരിക്കും, ഒരു വഴിപാട് ചെയ്താൽ എങ്ങനെ ജീവിതം മാറും? ചെയ്തു നോക്ക്, പറയുന്ന രീതിയിൽ ചെയ്തു നോക്ക്, ചെയ്യേണ്ട രീതിയിൽ ചെയ്തു നോക്ക്, അപ്പം ജീവിതം മാറുമല്ലോ എന്നറിയാം. അപ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞുതരാം. അത് മുഴുവൻ ഞാൻ അതുപോലെ പറയുന്നത്, അത്ര വിശദമായിട്ടാണ് പറയുന്നത്. ഏറ്റവും ലളിതമായിട്ടാണ് പറയുന്നത്. മുഴുവൻ മനസ്സിലാക്കണം കേട്ടോ. ഏറ്റവും മൂലം കണ്ടിട്ട് ചെയ്യരുത്. ലളിതമായ കാര്യമാണ്. അതായത് ഈ പറഞ്ഞ കാര്യം ചെയ്ത് ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വ്യക്തികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മളൊക്കെ ജീവിതത്തിലെ പല പ്രതിസന്ധികളും അനുഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം നമ്മുടെയൊക്കെ കർമ്മദോഷം, അല്ലെങ്കിൽ മുൻജന്മ കർമ്മദോഷം, ഇങ്ങനെയൊക്കെ ചില കർമ്മദോഷങ്ങൾ കാണും. ഈ കർമ്മദോഷങ്ങൾ പെട്ടെന്ന് മാറും ഈ ഒരു കാര്യം ചെയ്താൽ. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ, അത് ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ കൃഷ്ണക്ഷേത്രമാണ് അടുത്തുള്ളെങ്കിൽ ഞായറാഴ്ച ചെയ്യുക. ഭദ്രകാളി ക്ഷേത്രമാണ് അടുത്തുള്ളെങ്കിൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഭദ്രകാളി ക്ഷേത്രമാണ് അടുത്തുള്ളെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യണം. മുരുകക്ഷേത്രമാണ് അടുത്തുള്ളതെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യുക. ശിവക്ഷേത്രമാണ് അടുത്തുള്ളതെങ്കിൽ ശനിയാഴ്ച ചെയ്യുക. ഇങ്ങനെ അതാത് ദേവനല്ലെ ദേവിക്ക് പ്രിയപ്പെട്ട ദിവസങ്ങളിൽ ചെയ്യണം. പക്ഷേ കൃഷ്ണന് വ്യാഴാഴ്ചയാണ് പ്രിയമെങ്കിലും ഞാനീ പറയുന്ന കാര്യം ഞായറാഴ്ച ചെയ്താൽ മതി. അങ്ങനെ ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ഈ പറയുന്ന പോലെ കേൾക്കുക. അതായത് നമ്മളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൃഷ്ണനാണെങ്കിൽ ഞായറാഴ്ച വൈകുന്ന പാട് ആ ഒരു ചെറിയ ക്ഷേത്രമാണെന്ന് വിചാരിച്ചു, അതിന് ചുറ്റും ചുറ്റുവിളക്ക് തെളിയിക്കുക. ഇനിയും ശിവനാണെങ്കിൽ
ശനിയാഴ്ച വൈകിട്ട് ചുറ്റുവിളക്ക് തെളിയിക്കുക. അത് ശനിയാഴ്ച വൈകിട്ട് വേണം. ഭദ്രകാളിക്കാണെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് ചുറ്റുവിളക്ക് തെളിയിക്കുക. അയ്യപ്പനാണെങ്കിൽ ശനിയാഴ്ച വൈകിട്ട് ചുറ്റുവിളക്ക് തെളിയിക്കുക. ഇനിയും മുരുകനാണെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ട് ചുറ്റുവിളക്ക് തെളിയിക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏത് ക്ഷേത്രമാണെന്ന് വെച്ചാൽ ആ എല്ലാ ക്ഷേത്രത്തിലൂടെ ചുറ്റുവിളക്ക് തെളിയിക്കണമെന്നാണ് പറഞ്ഞത്. അതിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രം ഏതാണോ അവിടെ ഞാനീ പറഞ്ഞ ദിവസങ്ങളിൽ വൈകുന്ന പാട് ചുറ്റുവിളക്ക് തെളിയിക്കണം. മുഴുവൻ കേൾക്കണം കേട്ടോ. ആദ്യം കേട്ടുകൊണ്ട് ചെയ്യരുത്, മുഴുവൻ കേട്ടിട്ട് ചെയ്യുക. അപ്പം വൈകുന്ന പാട് ചുറ്റുവിളക്ക് തെളിയിക്കണം. അപ്പം ചുറ്റുവിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ അമ്മയുടെ കുടുംബക്ഷേത്രം അറിയാമെങ്കിൽ അവിടെ പോയി ചുറ്റുവിളക്ക് ഒരു തവണയെങ്കിലും തെളിയിക്കുക. അത് നിങ്ങളുടെ ജീവിതം മുഴുവൻ ഫലം ഉണ്ടാകും. അത് മലയാള മാസം ആദ്യത്തെ വെള്ളിയാഴ്ചയോ ഒരു വൈകുന്നപാട് പോയി തെളിയിച്ചാൽ മതി. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഈ പറയുന്ന വീഡിയോ മുഴുവൻ കേൾക്കുന്നുണ്ട്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നിർബന്ധമായിട്ട് ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ചെയ്തവർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്, ആവശ്യമുള്ളവർ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചുറ്റുവിളക്ക് അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ തെളിയിക്കാൻ പറ്റുന്നവർ അവിടെ പോയി ഒരു തവണയെങ്കിലും ജീവിതത്തിൽ തെളിയിക്കണം. അത്ഭുതകരമായ ജീവിതം മാറും, അത്ഭുതകരമായിട്ട്. അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. ഇനിയിപ്പോൾ അമ്മയുടെ കുടുംബക്ഷേത്രം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കറുത്തവാവിൻ്റെ അന്ന് വൈകിട്ട് തെളിയിക്കണം. അതായത് വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങളുണ്ട് പറയാൻ. കറുത്തവാവിൻ്റെ അന്ന് വൈകിട്ട് തെളിയിക്കണം അമ്മയുടെ കുടുംബക്ഷേത്രം അറിയത്തില്ലെങ്കിൽ. ഇനി അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ നമുക്ക് പോയി ചുറ്റുവിളക്ക് ഒരു തവണ ചെയ്താൽ മതി അവിടേക്ക്. അത് മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച പോയി തെളിയിക്കണം. അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ മലയാള മാസം ആദ്യത്തെ ഞായറാഴ്ച വൈകുന്നപാട് ചുറ്റുവിളക്ക് തെളിയിച്ചാൽ മതി. ഇനിയും ഈ ചുറ്റുവിളക്ക് തെളിയിക്കുമ്പോൾ അപ്പോൾ ഇതെല്ലായിടത്തൂടെ നടന്ന് തെളിയിക്കണമെന്നല്ല പറയുന്നത് കേട്ടോ, അവനവനെ കൊണ്ട് പറ്റുന്നിടത്ത്. ഇനിയും നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ നിങ്ങൾ ഒരു 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ ചുറ്റുവിളക്ക് ഞായറാഴ്ച, ഏതെങ്കിലും ഒരു ഞായറാഴ്ച, കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ആണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ മലയാള മാസം ആദ്യം ഞായറാഴ്ചയാണെങ്കിൽ നല്ലത്. ഇനി ഏതെങ്കിലും ഒരു ഞായറാഴ്ച ആണെങ്കിലും കുഴപ്പമില്ല, വൈകുന്ന പാട് ചുറ്റുവിളക്കൊന്ന് തെളിയിച്ച് നോക്കിക്കേ. നിങ്ങൾ അത് ഭക്തിയോടെ ചെയ്ത് നോക്കി. ആ കുടുംബം, അങ്ങനെ ചെയ്ത കുടുംബങ്ങളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു തവണ പോലും ചെയ്താൽ നിങ്ങളുടെ ജീവിതം മാറും. ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്കൊരു 3 മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 6 മാസത്തിലൊരിക്കലോ ഇത് ആവർത്തിക്കാം. അത് വളരെ ഐശ്വര്യങ്ങളെ ചെയ്യും. അപ്പം നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച വൈകുന്നപാട് ചുറ്റുവിളക്ക് തെളിയിച്ചാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായി മാറുമെന്നുള്ളതാണ്. ഇന്നലെ നാളെ ഭഗവാൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും. അങ്ങനെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അതായത് ഒരു നിവൃത്തിയില്ല, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലേ പോലും അവരൊക്കെ വിദേശത്ത് ഗൾഫിലൊക്കെ പോയി ചില സ്വന്തമായി കടകളൊക്കെ നടത്തി സാമ്പത്തികം ഉണ്ടാക്കിയവരുണ്ട്. ഈ ഒരൊറ്റ വഴിപാട് അപ്പം ഞാൻ അതിന് സാക്ഷിയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാനന്ന് എൻ്റെ ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുണ്ട്, എടാ ഇപ്പോൾ ഈ ഞായറാഴ്ച ഞാൻ പഠിക്കുന്ന സമയത്ത് ചുറ്റുവിളക്ക് തെളിയിച്ചാൽ ഇവർക്ക് എന്നാ മാറ്റം വരാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്നും അറിയത്തില്ല, നമ്മൾ പഠിക്കുന്ന പ്രായമാണ് 5ലോ 6ലോ ഒക്കെ. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ചില വ്യക്തികൾ ചുറ്റുവിളക്ക് ഞായറാഴ്ചകളിൽ വൈകുന്നപാട് തെളിയിച്ചു. പക്ഷെ അവരെല്ലാം രക്ഷപ്പെട്ടു. എല്ലാം ഇന്ന് വലിയ ഭൂസ്വത്തുള്ളവരും വലിയ ബിൽഡിങ്ങുകളെ, വലിയ ഭൂസ്വത്തുകളെ, മക്കളെല്ലാം വലിയ സാമ്പത്തികം ഒക്കെ നല്ല നിലയിലായിപ്പോയി എല്ലാവരും. അതൊക്കെ രക്ഷപ്പെട്ടിട്ട് എത്രയോ കാലങ്ങളായിട്ട് അവർ നല്ല നിലയിൽ തന്നെയായി ആ വഴിപാട് ചെയ്തതിന് ശേഷം. അപ്പോൾ ഒരു കാര്യം നിങ്ങളുടെ ജീവിതം മാറ്റുവാണെങ്കിൽ ആ കാര്യം എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇനിയും നമ്മൾക്ക് സാമ്പത്തികമുള്ള പോലെ ചെയ്താൽ മതി ചിലപ്പം. ഇനി അതുപോലെ തന്നെ ഞാൻ ഞായറാഴ്ചത്തെ കാര്യം പറഞ്ഞു. ഇനിയും ഈ നിങ്ങളുടെ അടുത്തുള്ള ഏത് ക്ഷേത്രമാണേലും അവിടെ ചെയ്താലും മതി. പക്ഷേ ഏത് ക്ഷേത്രത്തിൽ ചെയ്താലും നിങ്ങൾ 6 മാസത്തിലൊരിക്കൽ കൃഷ്ണക്ഷേത്രത്തിൽ ഒരു ഞായറാഴ്ച വൈകിട്ട് നിങ്ങൾ ചുറ്റുവിളക്ക് തെളിയിക്കണം. ഇനിയും ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ വലിയ തുകകളാണ്. നിങ്ങൾ ആ വലിയ തുകകൾ മുടക്കി ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന നിങ്ങളടുത്തുള്ള ചെറിയ ക്ഷേത്രത്തിൽ ചെയ്യുക. അവിടെയും പൈസ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെറിയ ക്ഷേത്രങ്ങളാണ്. ഒരു 1/2 ലിറ്റർ എള്ളെണ്ണ കൊണ്ടുപോയാൽ നമുക്ക് ചുറ്റുവിളക്ക് തെളിയിക്കാം. അവിടെ പ്രത്യേകിച്ച് പൈസയൊന്നും ആകത്തില്ല. അങ്ങനെയുള്ളിടത്ത് നിങ്ങളുടെ അടുത്ത് അങ്ങനെ ക്ഷേത്രങ്ങളുണ്ട്, അവിടെ ചെയ്താൽ മതി. ഇനിയും നിങ്ങൾക്ക് വലിയ ക്ഷേത്രങ്ങളിലോ ഒക്കെ
അവിടെ കൽവിളക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൽവിളക്കിൽ എണ്ണ ഒഴിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി എണ്ണ കൊണ്ടുപോയി ആ ചുറ്റുവിളക്കിൽ നിങ്ങളുടെ ഭാഗമായിട്ടും കുറച്ച് എണ്ണ ഒഴിക്കാൻ പറ്റുമെങ്കിൽ എണ്ണ ഒഴിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നിടത്ത് ചുറ്റുവിളക്ക് തെളിയിച്ചാൽ മതി. ഇനിയിപ്പോൾ ചുറ്റുവിളക്ക് തെളിയിക്കാൻ ചിലപ്പോൾ അടുത്തുള്ള അങ്ങനെയുള്ള ക്ഷേത്രങ്ങളില്ല, പൈസയാകും എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ഷേത്രത്തിലെ ദേവനല്ല ദേവിയുടെ മുന്നിലുള്ള കൽവിളക്കിൽ നിങ്ങൾ അല്പം എണ്ണ കൊണ്ടുപോയി ആ കുറച്ച് വിളക്കിൽ ഒഴിക്കുക. പിന്നെ ആ ചുറ്റുവിളക്ക് ഇപ്പം 4 ദിക്കിലുമുള്ള ആ ചുറ്റുവിളക്കിന്, അതായത് ആ ചുറ്റുവിളക്കായിട്ട് ഒരു കുറച്ച് എണ്ണ പല വിളക്കുകളായിട്ട് ആ 4 ചുറ്റും അല്പം ഒഴിക്കുക. അങ്ങനെ ഒഴിച്ചാലും മതി. നിങ്ങളുടെ ആ ചുറ്റുവിളക്കിന് എന്തായാലും ഒരു പ്രത്യേക ശക്തിയുണ്ട് കേട്ടോ. ആ ദേവൻ്റെ ആ ക്ഷേത്രത്തിന് ചുറ്റും വിളക്ക് കത്തിക്കുന്നതിന് പ്രത്യേക ശക്തിയാണ്. അപ്പോൾ അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോയി അര ലിറ്റർ എള്ളെണ്ണ മേടിച്ചുകൊണ്ട് പോയാൽ അവിടെ നമുക്ക് സുഖമായിട്ട് ചുറ്റുവിളക്ക്, ചെറിയ ക്ഷേത്രങ്ങളാണ്, അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ ചെയ്താലും മതി, ഒരു കുഴപ്പമില്ല. എന്തായാലും ചെറിയ ക്ഷേത്രത്തിൽ ഇപ്പം എൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ക്ഷേത്രമുണ്ട്. അവിടെ ഞായറാഴ്ച വൈകിട്ട് ചുറ്റുവിളക്ക് തെളിയിച്ച് രക്ഷപ്പെട്ടവരെ എനിക്കറിയാം, വലിയ രീതിയിൽ രക്ഷപ്പെട്ടവരെ അറിയാം. അപ്പോൾ അത് ഫലമാണ്. നിങ്ങൾ അതിനകത്തൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ചെറിയ ക്ഷേത്രത്തിൽ ചെയ്താൽ മതി. അപ്പോൾ അവരോട് ചോദിക്കണം, ചില എള്ളെണ്ണ കൊണ്ടുവന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുമോ? അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്നതാണ് ചെയ്യുക. വലിയ മാറ്റം വരും ജീവിതത്തിൽ. കാരണം ഈ ചുറ്റുവിളക്ക് തെളിയിച്ചാൽ പെട്ടെന്ന് നമ്മളുടെ ദുരിതങ്ങൾ മാറും, കർമ്മദോഷം മാറും, മുൻജന്മ കർമ്മദോഷങ്ങൾ മാറും. മാത്രമല്ല അകാല മൃത്യു എന്ന് വെച്ചാൽ ഈ പലപ്പോഴും അപകടങ്ങളിലും പെട്ടെന്ന് നമ്മൾ ഓരോരോ ഈ ഒരു അപകടങ്ങളെ ആപത്തുകളിലൊക്കെ ചെന്ന് പെടുമരണങ്ങൾ എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് മാറ്റിത്തരും, അല്ലെങ്കിൽ ഭഗവതി മാറ്റിത്തരും. നമുക്ക് ഒരു നീക്കുപോക്ക് ഭഗവതി ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അതൊരു നീക്കുപോക്ക് പറ്റുവാണെങ്കിൽ ആ ദേവത നമുക്ക് ചെയ്തു തരും. മാത്രമല്ല നമ്മുടെ സാമ്പത്തിക നില മാറും, പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകും. ഒരു വ്യക്തി മാത്രമല്ല, ആ വ്യക്തി ആ കുടുംബം രക്ഷപ്പെടുമെന്നുള്ളതാണ് ചുറ്റുവിളക്കിൻ്റെ പ്രത്യേകത. പറഞ്ഞാൽ മനസ്സിലായി. എന്നുവരെ നിങ്ങൾ പൈസ ഇല്ലാത്തടത്ത് പോയി വലിയ പൈസ മുടക്കി ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പറ്റുന്നിടത്ത് ചെറിയ ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്കൊന്ന് പറ്റുമെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് 6 മാസത്തിലൊരിക്കൽ ചുറ്റുവിളക്ക് തെളിയിക്കാം. ഒരു 6 മാസത്തിലൊരിക്കൽ തെളിയിച്ചാൽ മതി. അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ തെളിയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ ഭാഗമായിട്ട് ആ ചുറ്റുവിളക്കിൽ കുറച്ച് എണ്ണ കൊണ്ടുപോയി നിങ്ങൾക്ക് ഒഴിക്കാം. പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ദേവത സ്വീകരിക്കും. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. അങ്ങനെ അവിടെ അനുവദിക്കുമെങ്കിൽ. ഇനിയും അതല്ല, നമുക്ക് അടുത്തൊരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്, അവിടെ വലിയ പൈസ ഒന്നും ആകത്തില്ല, നമുക്ക് കൊണ്ടുപോയി തെളിയിക്കാമെങ്കിൽ അവിടെ തെളിയിക്കാം, അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ തെളിയിക്കാം. അങ്ങനെ നമ്മളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ മുരുകൻ്റെ ക്ഷേത്രത്തിലോ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിലോ ഒക്കെ നമുക്ക് 6 മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ ഒന്നോ ചെയ്യാം. അതോടൊപ്പം നമ്മൾ ഒരു 6 മാസത്തിൽ അല്ലെങ്കിൽ 3 മാസത്തിൽ അല്ലെങ്കിൽ 4 മാസത്തിൽ ഒരിക്കലെങ്കിലും ഞായറാഴ്ചകളിൽ കൃഷ്ണക്ഷേത്രത്തിൽ ചുറ്റുവിളക്ക് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ തെളിയിക്കണം. അത്ഭുതകരമായ ജീവിതം മാറും, യാതൊരു സംശയം വേണ്ട. ഞാൻ കണ്ട അനുഭവം, അവർ മിക്കവാറും മാസത്തിൽ ഒരു ഞായറാഴ്ച അവർ ചുറ്റുവിളക്ക് തെളിയിക്കുമായിരുന്നു. അപ്പം വലിയ പൈസയൊന്നും ആകത്തില്ല. 1 ലിറ്റർ അല്ലെ എള്ളെണ്ണ കൊണ്ടുവരും, ആ ക്ഷേത്രത്തിന് ചുറ്റും ചട്ടി വെച്ച് നിരത്തി വിളക്ക് തെളിയിക്കും. അങ്ങനെ അവർ തെളിയിച്ചുകൊണ്ടിരുന്നത്. ആ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു, അതുപോലെ രക്ഷപ്പെട്ടു. അത് ഇന്നിപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം, ഇന്നും ഒരു അനുഭവം ഈ ചുറ്റുവിളക്കായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഇവിടെ കാണാൻ വന്ന ഒരു അമ്മ പറഞ്ഞു. ഞാൻ വീഡിയോ പറഞ്ഞനുസരിച്ച് അവർ ചുറ്റുവിളക്ക് തെളിയിച്ചു. അവരുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹങ്ങളുണ്ടായി. അതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ജസ്റ്റ് എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ നേരിട്ടിപ്പം കൺസൾട്ടിങ് ഇല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ജസ്റ്റ് കണ്ടുപോയി അത്രേ ഉള്ളൂ, അല്ലാതെ നമുക്ക് നോക്കാനൊന്നും സമയമില്ല. ഞാൻ വീഡിയോ പറയുന്ന പോലെ തന്നെ. അപ്പോൾ അത് നേരത്തെ എന്നോട് ചോദിച്ചായിരുന്നു ഒരു ചെറു സമയം തരാമോ, അങ്ങനെ വന്നതാണ്. അപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞത്, ഞാൻ വീഡിയോ പറയുന്ന അനുസരിച്ച് ചുറ്റുവിളക്ക് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം സ്വയംഭൂവാണ് ഇവിടെ, ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, അവിടെ ചുറ്റുവിളക്ക് തെളിയിച്ചു. അതിനാണ് 3000 രൂപയുണ്ടായി. അമ്മയുടെ അതിനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അത് ചെയ്തു. ഒരു പ്രാവശ്യമേ ചെയ്തുള്ളൂ. അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഭഗവാന്റെ ഉണ്ടായി എന്ന് ഇവിടെ ഇരുന്നുകൊണ്ട്, ഭഗവാന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുറ്റുവിളക്കിനെക്കുറിച്ച് കുറേ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് പറഞ്ഞു തന്നേക്കാം. ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടും, ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും.
അപ്പോൾ അപ്പം അത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്താൽ മതി. അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരു ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് മതി. അല്ല വലിയ പൈസ മുടക്കി ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മനസ്സിലായില്ലേ? നിങ്ങളിവിടെ പറ്റുമെങ്കിലും ചെയ്താൽ മതി, പറ്റത്തില്ല ചെയ്യണ്ട, പറ്റുന്നവർ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഇത് ഒരുപാട് അനുഭവങ്ങളുണ്ടായ ഒരു കാര്യമാണ്, ആ നിലയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഏറ്റവും ജീവിതത്തിലെ ഒരു പ്രധാന കാര്യമാണ്, ജീവിതം രക്ഷപ്പെടാനുള്ള ഒരു കാര്യമാണ് ഈ ചുറ്റുവിളക്ക്. അപ്പോൾ നിങ്ങൾക്കിനി പറ്റുമെങ്കിൽ മാസത്തിൽ ഒരു ഞായറാഴ്ച അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ, ഒരു ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്, ഒരു ചില എള്ളെണ്ണ കൊണ്ടുപോയി അവിടെ അങ്ങനെ ചുറ്റും ആ ശ്രീകോവിലിന് ചുറ്റും വിളക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. മൺചട്ടി വെച്ച് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്, തെളിയിക്കുക. അതിനൊന്നും വലിയ പൈസയൊന്നും അകത്തില്ലെങ്കിൽ ചെയ്യുക. മാസത്തിൽ ഒരു ഞായറാഴ്ച ചെയ്യുക, അത്ഭുതകരമായ ജീവിതം മാറും. മാസത്തിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച വൈകുന്ന പാട് ചെയ്യുക, അത്ഭുതകരമായ ജീവിതം മാറും. കാരണം അതിൻ്റെ ശക്തിയുണ്ട്. നിങ്ങൾ എന്നിട്ട് ആ ദേവനെ അല്ലെ ദേവിയെ അതുപോലെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യണം. അത്ഭുതകരമായിട്ട് ജീവിതത്തിലെ ഗുണങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും പല വീടുകളും തകർച്ചയിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അവിടെ പലപ്പോഴും പല വീടുകളിലും ചില നെഗറ്റീവ് എനർജികളുടെ സ്വാധീനം ഉണ്ടായിരിക്കും. 1, 2 നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുന്നുണ്ട് അവിടെയുള്ള വ്യക്തികൾക്ക്. ഈ രണ്ട് കാരണങ്ങളാലാണ് പല വീടുകളും തകർച്ചയിലേക്ക് പോകുന്നത്. അപ്പം നെഗറ്റീവ് ശക്തികളുടെ സ്വാധീനത്തെക്കുറിച്ച് ആദ്യം പറയാം. പിന്നെ നെഗറ്റീവ് ചിന്ത ആ വീട്ടിലുള്ള വ്യക്തികളിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള പറഞ്ഞുതരാം. പിന്നെ അതിനുള്ള പരിഹാരം പറഞ്ഞുതരാം. അപ്പോൾ നെഗറ്റീവ് ശക്തികൾ, ഇപ്പോൾ ഒരു വീട്ടിൽ എപ്പോഴും കലഹമാണ്, എപ്പോഴും കലഹം, വഴക്ക്, മദ്യപാനം, എത്ര പൈസ കൊണ്ടുവന്നാലും തികയുന്നില്ല, ദുരിതത്തോട് ദുരിതം. അങ്ങനെയുള്ളിടത്ത് ഞാനീ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, മാറുമോ ഇല്ലയെന്നറിയാം. ചെയ്തവരൊക്കെ മാറിയിട്ടുണ്ട്, ചെയ്ത് നോക്കുക. അതായത് ചില വീടുകളിൽ നെഗറ്റീവായിട്ടുള്ള ചില എനർജികൾ കാണും. ചിലപ്പം ചില പ്രേതാത്മാക്കളുടെ എനർജികളായിരിക്കാം, അല്ലെ മറ്റു തരത്തിലുള്ള ചില ദേവതകളുടെ എനർജി ആയിരിക്കാം, ദുർമൂർത്തികളുടെ എനർജി ആയിരിക്കാം. ചിലപ്പം സ്വാഭാവികമാണ് ചില വീടുകളിൽ അതിൻ്റെയൊക്കെ സാന്നിധ്യം ഉണ്ടാകാം. അപ്പോൾ അതിന് ചെയ്യാവുന്ന ഒരു കാര്യം, അതിന് ഞാൻ എല്ലാ പരിഹാരം എല്ലാം കൂടെ ഒന്നിച്ച് പറയാം. ഇനിയും രണ്ടാമത്തെ കാര്യം പറയാം. ചില ഈ വീടുകളിൽ ഈ വ്യക്തികളുടെ മനസ്സുകളിൽ നെഗറ്റീവ് എനർജി കാണും. അതെങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമോ? അതുകൂടെ പറഞ്ഞിട്ട് പരിഹാരം പറഞ്ഞുതരാം. അതായത് ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തി, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കടയിൽ കയറണം എന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത്. നമ്മൾ കണ്ട ഏതെങ്കിലും ഒരു പരസ്യം, അല്ലെങ്കിൽ നമ്മൾ കണ്ട മീഡിയയിൽ കണ്ട ഏതെങ്കിലും ഒരു പരസ്യമാണ് നമ്മൾക്ക് ഇന്ന കടയിൽ കയറണമെന്നുള്ള നമ്മളെ ആ ഒരു കാര്യത്തിന് കാരണമാകുന്നത്. കാരണം നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. നമുക്കൊരു സ്വന്തമായിട്ടൊരു ഇച്ഛാശക്തി പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അത് നമ്മൾക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു പരസ്യം കണ്ടു, ആ സാധനമായിരിക്കും നമ്മൾ ചിലപ്പം കടയിൽ പോയി കഴിയുമ്പോൾ നമ്മൾ ആദ്യം വാങ്ങുന്നത്. കാരണം നമ്മുടെ മനസ്സിനെ അത്ര സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീഡിയാസ് എന്ന് പറഞ്ഞാൽ എല്ലാം വരും, സിനിമ, സീരിയൽ എല്ലാം വരും. മീഡിയാസ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ കുട്ടികൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ തന്നെ പത്രം വായിക്കുമ്പോഴും അല്ലെങ്കിൽ TV കാണുമ്പോഴും ഒക്കെ നമ്മൾ എത്രയോ കുട്ടികളാണ് ആവശ്യമില്ലാത്ത പല വഴികളിലും പോയി അല്ലെങ്കിൽ ലഹരിയൊക്കെ ഉപയോഗിച്ച് നശിച്ചു പോകുന്നത്. അതുപോലെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലും പോയി കൂട്ടുകെട്ടുകളിലും പോയൊക്കെ നശിച്ചു പോകുന്നത്. അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാര്യം കുട്ടികളും വലിയവരും എല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു സിനിമ കാണുന്നു, ആ സിനിമ നല്ല സിനിമയാണെങ്കിൽ കുഴപ്പമില്ല, അതിനകത്ത് സന്ദേശം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പലപ്പോഴും പല സിനിമകളും ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഈ ലഹരി ഉപയോഗിക്കുന്നു, അവരെ വലിയ ആളായിട്ട് എല്ലാവരും കാണുന്നു, ലാസ്റ്റ് അവരെന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ചെയ്യുന്നു, എന്നിട്ട് അവസാനം രക്ഷപ്പെടുന്നു. അവരെ ശിക്ഷിക്കപ്പെടുന്നില്ല. പല സിനിമകളിൽ ഇപ്പം പുതിയ കാലത്ത് ഇറങ്ങിയ പല സിനിമകളിലെ അവസാനം ഈ കുറ്റങ്ങൾ ചെയ്യുന്നവരെ അവർ രക്ഷപ്പെടുന്ന ഒരു രീതികളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ എല്ലാ സിനിമകളും അങ്ങനെ ആണെന്നല്ല. അല്ലെങ്കിൽ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന, ലഹരി കഴിക്കുന്ന ഒരു ഗുണ്ടാ നേതാവ് അല്ലെങ്കിൽ ലഹരി കഴിക്കുന്ന ഒരാൾ അവനെ ഒരു വലിയ ആളായിട്ട് ചിത്രീകരിക്കുകയാണ്. അതൊക്കെ സിനിമയുടെ ഒരു രീതിയാണ്. അത് ചിലപ്പോൾ അവർക്ക് ആവശ്യമായിരിക്കാം, എന്തു തന്നെയാണെങ്കിലും. അതുപോലെ ഞാൻ പൊതുവായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു സിനിമയ്ക്കകത്ത് ഒരു നായകൻ കോളേജിൽ പോകുന്നത് ശരിക്കും പ്രേമിക്കാനാണ് പോകുന്നത്, അതാണ് കാണിക്കുന്നത്. ഒരു സ്കൂളിൽ ഒരു കുട്ടി പോകുന്നത് കുട്ടികളുടെ ബാല്യം പോലും ചില സിനിമകളിൽ കാണിക്കുന്നത് ശ്രദ്ധിച്ചോണം. കൊച്ചു കുട്ടികൾ, അതെത്ര അപകടകരമാണെന്നറിയോ? ഒരു നായകൻ്റെ കുട്ടിക്കാലം എന്ന് വിചാരിച്ചു,
അവൻ്റെ ബാല്യം കാണിക്കുമ്പോൾ ഈ കുട്ടി വളരെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഒരു വേറൊരു കുട്ടിയായിട്ടുള്ള പ്രേമിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കുട്ടികളും എല്ലാം കാണുകയാണ്. അപ്പം ആളുകളുടെ ഈ കാണുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിനെ സ്വാധീനിക്കും. അപ്പോൾ ഈ കുട്ടികൾ ധരിച്ചു വെച്ചിരിക്കുന്നത് സ്കൂളിൽ പോകുന്ന അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന പ്രേമിക്കാൻ വേണ്ടിയാണ് എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അവരുടെ മനസ്സിലേക്ക് ഈ പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കാണുന്ന കാര്യങ്ങൾ ചൊല്ലുന്നുണ്ട്. അപ്പോഴെന്ത് ചെയ്യും, കുട്ടികൾ സ്കൂളിലല്ല കോളേജിൽ ചെല്ലുമ്പോൾ അവരുടെ വിചാരം ഇത് പ്രേമിക്കണം, അതിനുവേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അടുത്തോ എന്നുള്ളത് ആ കാര്യമേ അവിടെ സെക്കൻഡറി ആവും. അപ്പോൾ ആ ക്ലാസ്സിൽ നിന്ന് ഒരുത്തനെ നോക്കിയെടുത്ത് പ്രേമിക്കാൻ നോക്കും. ലാസ്റ്റ് വരുന്ന കുഴപ്പം എന്നാണെന്നറിയോ, ഈ പയ്യൻ്റെ ഈ പെണ്ണിൻ്റെയും ജീവിതം പഠിക്കേണ്ട സമയത്ത് പഠിക്കത്തില്ല, നല്ലൊരു ജോലി കിട്ടത്തില്ല. അവരൊരു കല്യാണത്തിലേക്ക് വന്നാൽ പോലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവിടെ ലവും സ്നേഹവും ഒന്നും പിന്നെ ഇല്ല. അങ്ങനെ എത്ര ദുരിതങ്ങൾ ഉണ്ടാകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ. അത് പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പ്രേമിച്ച് നല്ലൊരു ജോലിയില്ലാതെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പിന്നെ ഭാര്യയെ പറയുന്നത് വേറെ വാചകങ്ങൾ, അല്ലെ ഭാര്യ ഭർത്താവിനെ പറയുന്നത് വേറെ വാചകങ്ങൾ, അവിടെ ലവ് ഒന്നുമില്ല. പിന്നെ അങ്ങനെ എത്ര നശിച്ച ആളുകളുണ്ട് പറയും. ഈ സിനിമയ്ക്കകത്ത് കാണുമ്പോൾ അതൊന്നും സത്യമാണെന്ന് വിചാരിക്കരുത്. സിനിമയ്ക്കകത്ത് കാണുന്ന സ്ഥലങ്ങൾ പോലും പലപ്പോഴും നമ്മളെ കബളിപ്പിക്കുക, വേറെ സ്ഥലങ്ങൾ ബോർഡൊക്കെ വെച്ച് ഒറിജിനൽ സ്ഥലങ്ങളൊന്നും ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഈ കാണുന്ന അത് ചിലപ്പോൾ സിനിമയ്ക്ക് അത് അനിവാര്യമാണ്, അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെ ഇതെല്ലാം സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് കുട്ടികളിന്ന് ഒരുപാട് അതുപോലെ ലഹരി ഉള്ളവരെ വലിയ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് ആ ലഹരി ഒരു വലിയൊരു കാര്യമായിട്ടാണ് കുട്ടികൾ കാണുന്നത്. അതുപോലെ തന്നെ സീരിയലുകൾ, വീഡിയോയിൽ നമ്മൾ കാണുന്ന സീരിയലുകൾ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ അകത്ത് അമ്മായിയമ്മയെ മരുമോള് വകവരുത്താൻ ശ്രമിക്കുന്നു, മരുമോളെ അമ്മായിയമ്മ വകവരുത്താൻ ശ്രമിക്കുന്നു, പിന്നെ വീട്ടിലുള്ളവർക്ക് തന്നെ വീട്ടിലുള്ളൊരു കൊട്ടേഷൻ കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഈ സീരിയലുകൾ കാണുമ്പോൾ അതിനകത്ത് കാണുന്നത്. എല്ലാ സീരിയലുകളും അങ്ങനെ ആണെന്നല്ല പറഞ്ഞ്, നല്ല കാര്യങ്ങൾ സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും നമുക്ക് കാണാം, നല്ല സന്തോഷമുള്ള, അതിൻ്റെ അകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാണുമ്പം, ഇതുപോലുള്ള സന്ദേശങ്ങളുള്ളത് കാണുമ്പോൾ ഇതൊക്കെ നമ്മളുടെ മൈൻഡ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിലുണ്ടാക്കും. അങ്ങനെ എത്രയോ കുടുംബങ്ങളിൽ ഇപ്പം ചില സിനിമകൾ കണ്ടിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് ആ സിനിമകളാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പലരുടെയും ഒരു പത്രങ്ങളിലും അവിടെ ഇവിടെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ചിലതിനൊക്കെ ആളുകളെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉള്ളിലുള്ളൊരു വാസനയും കൂടെ അതിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ദേവാലയങ്ങളിലൊക്കെ സത്സംഗങ്ങൾ വേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു. സത്സംഗങ്ങൾ, അതായത് ഒരു കുട്ടി അവൻ്റെ ലക്ഷ്യം എന്താണ്, ജനിച്ചത് എന്തിനു വേണ്ടിയാണ്, ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, അവൻ്റെ ലക്ഷ്യം എന്താണ്, അവന് ഉള്ളിലുള്ള ഈശ്വരീയമായ ബോധം, ശക്തി എങ്ങനെ അവൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ, കഥകളെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് അവൻ്റെ ഒരു ലക്ഷ്യബോധം എന്താണ്, ഒരു വ്യക്തിയുടെ സമൂഹത്തിലോട്ട് കാണിക്കാവുന്ന നന്മ എന്താണ്, അവൻ്റെ ഉള്ളിലെ കഴിവുകൾ അതെങ്ങനെ അവന് പ്രയോജനപ്പെടുത്താം, അവൻ്റെ ഉള്ളിലെ ആത്മീയ ശക്തി അവൻ്റെ ജീവിത വിജയത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഇതൊക്കെ പഠിപ്പിക്കണം. അതായത് ഓരോ ക്ഷേത്രങ്ങളും ഇതുപോലെ സത്സംഗങ്ങൾ രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. അത് ഇന്ന് രൂപീകരിച്ചില്ലെങ്കിൽ ഇനി വളരെ വൈകിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിലെല്ലാം പല കുട്ടികളും പല രീതിയിലൊക്കെ പോയി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം ഈ കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അവർക്കൊരു ലക്ഷ്യമില്ല, അവർക്ക് നന്മ ആ ഒരു വശം അവരിൽ നിന്ന് കൈമോശം വന്നു പോവുകയാണ്. കാരണം കാണുന്നതെല്ലാം മറ്റുള്ളവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ മീഡിയ ഇങ്ങനെ ഇതിലൂടെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് സത്സംഗങ്ങൾ അതുപോലെ തന്നെ ഈ സത്സംഗങ്ങളിൽ ഇതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആത്മീയമായ ഉള്ളിലെ ശക്തിയെ ഉണർത്തുന്നത് ഭദ്രകാളിയമ്മയെ വിളിച്ചാൽ മതി. നിങ്ങൾ ചെയ്തു നോക്കി, ഏത് കുട്ടിക്കും ഇപ്പം കുട്ടികളുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു ലക്ഷ്യബോധമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞാൻ ഏതിൽ വിശ്വസിക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ധൈര്യമുണ്ടാകാൻ, ലക്ഷ്യബോധമുണ്ടാകാൻ, അവരുടെ ഉള്ളിലെ ആത്മീയ ശക്തി ഉണർത്തുവാൻ, കുണ്ടലിനെ ഉണർത്തുവാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആത്മബോധം, ആ മനസ്സിലെ ശുദ്ധബോധം, നന്മ, അതൊക്കെ അറിയാൻ, അത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ ഭദ്രകാളിയമ്മയെ വിളിക്കുന്ന നല്ലതാണ്.
അതായത് മറ്റുള്ളവർ വിരിക്കുന്ന ചതിക്കുഴിയിൽ പോയി ചാടത്തില്ല. ഭദ്രകാളിയമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഉൾക്കരുത്തുണ്ടാകും. അതുപോലെ തന്നെ ആത്മശക്തി ഉണ്ടാകും, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകും, ധൈര്യമുണ്ടാകും. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ആവശ്യം, അങ്ങനെയുള്ളൊരു സമൂഹത്തെ നമുക്ക് ആവശ്യം. അപ്പോൾ സത്സംഗങ്ങൾ രൂപീകരിക്കുക ദേവാലയങ്ങളിൽ. ഇത് നിങ്ങളുടെ വീടുകളിലാണെങ്കിലും ഭദ്രകാളിയമ്മയെ ഞാൻ എങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞുതരാം. ഭദ്രകാളിയമ്മയെ നിങ്ങൾ വിളിക്കുക. വീട്ടിലെ നെഗറ്റീവ് എനർജി പോകും. ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളാകുന്ന നെഗറ്റീവ് എനർജിയും പോകും. കുട്ടികൾ ഇത് ചെയ്താൽ കുട്ടികളുടെ ഭാവി നന്നാകും. ഭദ്രകാളിയമ്മയെ വിളിക്കാൻ പഠിപ്പിക്കണം. ഭദ്രകാളിയമ്മയെ എങ്ങനെ വിളിക്കണം? മന്ത്രവും ഒന്നും നിങ്ങൾ പഠിക്കണ്ട. നിങ്ങൾ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് കൈയും കാലും മുഖം നനച്ചിട്ട് ആദ്യം വടക്കോട്ട് തിരിഞ്ഞു നിന്ന് വിളിക്കണം. എൻ്റെ ഭദ്രകാളിയമ്മേ, ദിവ്യ മാതാവേ, എനിക്ക് ധൈര്യം നൽകണേ, ശക്തി നൽകണേ, ആത്മജ്ഞാനം നൽകണേ, സംരക്ഷണം നൽകണേ, എന്നെ സഹായിക്കണേ, കൂടി നന്ദി. ഞാനീ പറഞ്ഞു തന്ന പ്രാർത്ഥന അത്ര എഴുതിയെടുത്ത് ജപിച്ചാൽ മതി. പിന്നെ വീണ്ടും കൈയും കാലും മുഖം കഴുകിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിക്കണം. ഇതെല്ലാം വസ്ത്രം എടുത്തുകൊണ്ട് തന്നെ കുളി കഴിഞ്ഞു. പിന്നെ വിളക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർപ്പൂരം തൊട്ട് പ്രാർത്ഥിക്കണം. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തവണ വീതം ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രാർത്ഥിക്കാം. അത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകിൽ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക. ഇനി ദിക്കറിയത്തില്ല, ഏത് ദിക്കിലൊക്കെ തിരിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാം. ഒരു തവണ വീതം ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ആ കുട്ടികൾക്കൊന്നും ഒരു ആപത്തുകളും ഉണ്ടാകത്തില്ല. ആ കുട്ടികളെല്ലാം ധൈര്യശാലികളായിരിക്കും. ഏത് ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉൾക്കരുത്ത് അവർക്ക് കിട്ടും. അവർ പഠിക്കാൻ മിടുക്കന്മാരായിരിക്കും. അവർ ഏതൊരു കാര്യത്തിലും സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായിരിക്കും. അവർക്ക് ആത്മീയമായ ശക്തി, മനഃശക്തി ഇതൊക്കെ ഉണ്ടാകും. ഇത് കുട്ടികൾക്കും പ്രായമുള്ളവർക്കും എല്ലാം ചെയ്യാം. ഈ സത്സംഗങ്ങളൊക്കെ രൂപീകരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നമ്മൾ കുറേ കഥകൾ പറയുന്നു. കഥകളൊക്കെ നല്ലത് തന്നെ, പക്ഷേ കഥകൾ കേട്ടവരാരും മാറിയിട്ടില്ല. കഥകൾക്കുള്ളിലെ സന്ദേശവും നല്ലത് തന്നെ, അത് ചെയ്തു കൊടുക്കുക. അതിനപ്പുറമായിട്ട് നമ്മൾ ഉള്ളിലുള്ള ആത്മീയ ശക്തി സ്വന്തം ജീവിതത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന്, ആത്മീയ ശക്തി എങ്ങനെ സ്വന്തം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താമെന്നുള്ള വിദ്യകൾ പഠിപ്പിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞ ഒന്ന് ഭദ്രകാളിയമ്മയുടെ വിദ്യ, മനസ്സിലായോ? പിന്നെ ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഒന്നുകൂടെ പറയാം. ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത്. ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട്. ഈ മന്ത്രം നിത്യേന ജപിച്ചാൽ ആ വ്യക്തിക്ക് ഒരാപത്തുകളിലും പെടത്തില്ലെന്നുള്ളതാണ്. ഭദ്രകാളിയമ്മയുടെയാണ് ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. രണ്ടാമത് ഈ മന്ത്രങ്ങൾ നിങ്ങൾ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് കുളി കഴിഞ്ഞ് ജപിക്കുക. അപ്പം ഏറ്റവും പ്രധാനം ഭദ്രകാളിയമ്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഭദ്രകാളിയമ്മയുടെ ഒന്നും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചെയ്തിട്ട് അവസാനം ചൊല്ലിയാലും മതി. കുളിമുറി എന്നാണേലും ഭദ്രകാളിയമ്മയുടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. പിന്നെ ഈ മന്ത്രം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ജപിക്കുക. വിളക്കെ തൊട്ട് ജപിക്കുക, കർപ്പൂരത്തെ തൊട്ട് ജപിക്കുക. പിന്നെ ഈ മന്ത്രം വടക്കോട്ട് തിരിഞ്ഞ് ജപിച്ച പ്രത്യേക ശക്തിയുണ്ട്. അത് നിങ്ങൾക്ക് കുളി കഴിഞ്ഞ് ഈ മന്ത്രം വടക്കോട്ട് തിരിഞ്ഞ് ജപിച്ചിട്ട് ഭദ്രകാളിയുടെ വിദ്യ ചെയ്താൽ മതി കേട്ടോ. ഭദ്രകാളിയുടെ ഞാൻ പറഞ്ഞ പോലെ എഴുതിയെടുത്ത് പ്രാർത്ഥിക്കണം. ഭദ്രകാളിയുടെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചോണം. പിന്നെ ഈ വിഷ്ണു ഗായത്രിയും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചൊല്ലുക. വളരെ ഗുണമുണ്ടാകും. പിന്നെ ഒരു രഹസ്യ വിദ്യ പറഞ്ഞുതരാം. ഈ കുട്ടികൾക്ക് ധൈര്യം വരാൻ വേണ്ടി, ഏത് കാര്യത്തിലും അവർക്കൊരു പരാജയങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കുളി കഴിഞ്ഞ് നെറ്റിയുടെ മധ്യത്തിൽ ഒരു വെള്ളപ്രകാശം സങ്കല്പിക്കുക. എന്നിട്ട് കണ്ണ് തുറന്നുകൊണ്ട് അത് ദേവിയാണെന്ന് ഉറപ്പിച്ച് ഓം ഐം നമ. ഐം എന്നുള്ളത് ഐ അറിയാമല്ലോ, ഐശ്വര്യ എന്നുള്ള ഐ, അതിലെ ഐ. എന്നുള്ളത് അതായത് സിംഗ് എന്നുള്ളത്, സിംഗ് അല്ലെങ്കിൽ അങ്ങാടിയുടെ ആ അങ്ങാടിയുടെ മണ്ടയ്ക്ക് ചന്ദ്രക്കല ഇടും. അപ്പം ഐങ്, ഓം ഐങ് നമ. തെറ്റിക്കാതെ ജപിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓം ഐങ് നമ. അത് ഞാൻ എഴുതി കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് അതെല്ലാം കൂടെ ചെയ്യാൻ സമയമില്ല. ഓം ഐങ് നമ. ഈ മന്ത്രം കൊണ്ട് ഉച്ചരിക്കുക. നെറ്റിയുടെ മധ്യത്തിൽ ഒരു വെള്ളപ്രകാശം സങ്കല്പിച്ച്, എന്നിട്ട് ആ വെള്ളപ്രകാശം ദേവിയാണെന്ന് ഉറപ്പിച്ച് അമ്മ എനിക്ക് ശക്തി നൽകണേ, ധൈര്യം നൽകണേ, ജ്ഞാനം നൽകണേ, എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. ആ വ്യക്തി ഏറ്റവും, അത് ഒരു ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ഏറ്റവും മിടുക്കരായിട്ട് വരും. ഇങ്ങനെയുള്ള വിദ്യകളാണ് പഠിപ്പിക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറേ കഥകൾ കേൾക്കുന്നു, വർഷങ്ങളായിട്ട് നമ്മൾ കഥകൾ കേൾക്കുന്നു, നല്ലത് തന്നെ, അത് കുഴപ്പമൊന്നുമില്ല. അതോടൊപ്പം അതിന് കഥകൾ കേട്ടവരാരും മാറിയിട്ടില്ലെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പോഴും ഭയമാണ്. അല്ലെ അവരിപ്പോഴും ജീവിതത്തിൽ കുട്ടികളൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും മറ്റു പല കാര്യങ്ങളിലേക്കും മറ്റുള്ളവർ വിളിക്കുന്ന പല ചതിക്കുഴികളിലും പോയി ചാടുന്നു. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഉള്ളിൽ മാറ്റം ഉണ്ടാകാത്തതുകൊണ്ടാണ്.
അപ്പം കഥകളൊക്കെ പറഞ്ഞു, അത് മോശമാണെന്നല്ല, നല്ലത് തന്നെയാണ്. അതോടൊപ്പം കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അവരുടെ ഉള്ളിൽ മാറ്റമുണ്ടാകാനുള്ള ആത്മീയമായ വിദ്യകളാണ്. അങ്ങനെയുള്ള 3 വിദ്യകളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തന്നത്. 1 ഭദ്രകാളി വിദ്യ, 2 വിഷ്ണു ഗായത്രി, 3 ഓം ഐം നമഃ. ഈ 3 വിദ്യകൾ ഞാനിപ്പം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള വിദ്യകളാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ആ കുട്ടികളുടെ ഉള്ളിലാണ് മാറ്റം വരേണ്ടത്. പറഞ്ഞ് മനസ്സിലായോ? അതിന് ഇതുപോലുള്ള ചില വിദ്യകൾ ചെയ്യണം, അപ്പോഴേ ഉള്ളിൽ മാറ്റം വരുന്നത്. അപ്പോൾ ഇതൊക്കെ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഓരോ ഈ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് സത്സംഗങ്ങൾ സംഘടിപ്പിക്കണം. കാരണം അതൊക്കെ ഇന്നത്തെ കാലത്ത് മറ്റു പല സമുദായങ്ങളിലും ഉണ്ട്. പള്ളികൾ കേന്ദ്രീകരിച്ചൊക്കെ ആണെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞായറാഴ്ച പള്ളിയിലാണേലും കുർബാനയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ വെച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്ഷേത്രങ്ങളിൽ അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. തിരുമേനിക്ക് പ്രസാദം കൊടുക്കാൻ പോലും സമയമില്ല, പിന്നെ എങ്ങനെ പറഞ്ഞു കൊടുക്കാനാണ്? അപ്പോൾ തിരുമേനിയല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, സത്സംഗത്തിന് സമിതികൾ രൂപീകരിക്കണം. അപ്പം ആ സമിതികൾ രൂപീകരിച്ച് ആ സമിതികളിൽ ഇതുപോലെയുള്ള കുട്ടികളെയും പ്രായമുള്ളവരെ എല്ലാവരും ഉൾപ്പെടുത്തി ഇതുപോലെയുള്ള നല്ല നല്ല വിദ്യകൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ കഥകളും പുരാണ കഥകളും ഒക്കെ സന്ദേശം കിട്ടുന്ന കഥകളൊക്കെ പറയാൻ നല്ലത് തന്നെയാണ്. പക്ഷേ ഒരാളുടെ ഉള്ളുണർത്തുന്ന, ഉള്ളിൽ മാറ്റം ഉണ്ടാക്കുന്ന ആത്മീയ വിദ്യകളും പഠിപ്പിച്ചു കൊടുക്കണം. അതൊക്കെ വളരെ അനിവാര്യമാണ്. അതിൻ്റെ കാലങ്ങൾ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ചെയ്തില്ലെങ്കിൽ ഈ പല വിപത്തുകളും ഈ ഹൈന്ദവ സമൂഹത്തിന് നേരിടേണ്ടി വരും. ഇനിയും അത് ചെയ്യാൻ അതിക്രമിച്ചു കഴിഞ്ഞാൽ. കാരണം മറ്റൊന്നുമല്ല, കുട്ടികൾക്കൊക്കെ ലക്ഷ്യബോധം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവർ തെറ്റിലേക്ക് പോകാൻ ഇന്നിപ്പോൾ ലഹരിയുടെ ഉപയോഗമൊക്കെ വളരെ കൂടുതലാണ്. അത് ഉപദേശിച്ചാലൊന്നും മാറത്തില്ല. അവരുടെ ഉള്ളിൽ, അവരുടെ ചെറുപ്പത്തിലെ അവരുടെ ഉള്ളിലേക്ക് നന്മയുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പം അവരുടെ മൈൻഡിനെ അവർ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന വഴിയെ കൂട്ടുകാരും അവർ വരും, അല്ലെങ്കിൽ മോശമായ കൂട്ടുകെട്ടിലൊക്കെ പോയാൽ അവരായിരിക്കും പിന്നെ അവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ മോശമായ കൂട്ടുകെട്ടിലൊക്കെ ചെല്ലുമ്പോൾ നാളെ ഒരിക്കൽ ആ കൂട്ടുകാരായിരിക്കും നിങ്ങളുടെ കുട്ടികളെ നിയന്ത്രിക്കുന്നത്. അത് തീർച്ചയായിട്ടും സംഭവിക്കാതെ നോക്കുക. ഞാൻ ഇത്രയും പറഞ്ഞതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയാം. പൊതുവായിട്ട് പറഞ്ഞതല്ല, അല്ലാതൊന്നും സാമാന്യമായിട്ട് പൊതുവായിട്ടായി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ആവശ്യമുള്ളത് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിൽ ഈ സീരിയലും ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ, കാണരുതെന്നല്ല പറഞ്ഞാൽ. നിങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ ആ സമയം സത്സംഗങ്ങൾക്ക്, അല്ലെ നല്ല ആത്മീയ കാര്യങ്ങൾ അറിയാൻ, അല്ലെ കുറച്ച് സമയം ഒന്ന് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചിലവഴിക്കുക. നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കണ്ടാലും കേട്ടാലും ഒക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. നിങ്ങൾക്കൊരു സമയം പോക്കിന് വേണ്ടി വല്ലപ്പോഴും കാണുക, അതൊന്നും തെറ്റില്ല. പക്ഷേ ഇതിന് അഡിക്ഷനായി പോകരുത്. നിങ്ങൾ ആ സമയത്തൊരു ആത്മീയ കാര്യങ്ങൾ, ഒരു മെഡിറ്റേഷൻ ആയിക്കോട്ടെ ചെയ്യാൻ ശ്രമിക്കുക. അത് ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങളെ മാറ്റും, നിങ്ങളുടെ ജീവിതത്തെ മാറ്റും, നിങ്ങളുടെ കുടുംബത്തെ മാറ്റും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. അതൊന്നും ഞാൻ ചെയ്യണമെന്നോ ചെയ്യേണ്ടെന്നോ അല്ല പറഞ്ഞ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.